When a ray of light travels from എയർ ടു വാട്ടർ, എയറിൽ നിന്ന് വാട്ടറിലേക്ക് പോകണം, നീ ഏത് ലൈനിലൂടെ നടക്കും? എയറാണ്, നീ ഇപ്പം നിൽക്കുന്നത് എയർ എന്ന മീഡിയത്തിലാണ്. ഇനി അതിന് ഫ്രണ്ടിൽ ആ മഞ്ഞ വരയിൽ കൂടെ നടക്കുക. നടന്നോ? അവിടെ നിൽക്ക്. അപ്പം നീ എന്തെത്തി? ഇനി അടുത്ത മീഡിയം വാട്ടറാണ്. വാട്ടർ ആണെങ്കിൽ നീ ഏത് ലൈൻ ചൂസ് ചെയ്യും? വൈറ്റ് വര നോർമലാണ്, വൈറ്റ് വര നോർമലാണ്. നിനക്ക് 2 വര ചൂസ് ചെയ്യാം, റെഡോ ബ്ലൂവോ ചൂസ് ചെയ്യാം. ഏതാണ് നീ ചൂസ് ചെയ്യാം? എയറിൽ നിന്ന് വാട്ടറിലേക്ക് കടന്നാൽ ഏത് ചൂസ് ചെയ്യും? ഏതാണ് ചൂസ് ചെയ്തത്? ബ്ലൂ. എന്താ ചൂസ് ചെയ്യാൻ കാരണം? ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയത് എയർ ആണോ വാട്ടർ ആണോ? വാട്ടർ. അപ്പോൾ റേ ഓഫ് ലൈറ്റ് ഏതിൻ്റെ അടുത്തേക്ക് ഡീവിയേറ്റ് ചെയ്യും? ടുവേർഡ്സ് ദി നോർമൽ. ഓക്കെ, വെരി ഗുഡ്. ഉള്ള ചോദ്യം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഏതൊക്കെ ലൈനിലൂടെയാണ് നടക്കുക? ലിസൺ. ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള വാട്ടറിൽ നിന്ന് എയറിലേക്കാണ് റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യുന്നത്. റിഫ്ലക്ഷൻ കാണിക്കാൻ നീ ഏത് പാത്ത് ചൂസ് ചെയ്യും? നടന്നു അവിടെ എത്തി, ഏത് ആംഗിളിലൂടെ പോകും? ഏത് വഴി കൂടെ പോകും? യെല്ലോ. ഇതേതാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ. പിന്നെ റേ ഓഫ് ലൈറ്റ് ട്രാവൽസ് ഫ്രം ഗ്ലാസ് ടു എയർ, ഗ്ലാസിൽ നിന്ന് എയറിലേക്ക്. ഇനി ഏതാണ് ചെയ്യുക? റെഡ്. എന്തുകൊണ്ടാണ് റെഡ് ചൂസ് ചെയ്തത്? ഗ്ലാസിന് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലും എയറിന് എന്താണ്? ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവും. അപ്പോൾ എന്ത് സംഭവിക്കും? ഡീവിയേറ്റഡ് എവിടുന്ന്? എവേ ഫ്രം ദി നോർമൽ. ഓക്കെ.